السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടടുപ്പം കിട്ടിയിട്ടുള്ള അടിമകൾ, ദാസന്മാർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് വിവരിച്ച ഭാഗത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ ആ മഹത്തുക്കളുടെ നാലാമത്തെ വിശേഷണമായി പറഞ്ഞ ആയത്താണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വല്ലദീന യഖൂലൂന, പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണവർ. അല്ലാഹുവിന്റെ അടുപ്പം കിട്ടിയിട്ടുള്ള പരമകാരുണികനായ റബ്ബിന്റെ ആ അടിമകൾ അവരെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ, നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചുവിടേണമേ, നീ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. അദാബ ജഹന്നം, ജഹന്നമിന്റെ നരകാഗ്നിയുടെ ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, നിശ്ചയമായും അതിന്റെ ശിക്ഷ നിലനിൽക്കുന്ന, പിടികൂടാതെ നിലനിൽക്കുന്ന അത്യന്തം ഗൗരവതരമാണല്ലോ. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, ആ ജഹന്നം എത്രയോ ചീത്തയായ സങ്കേതവും താവളവും താമസസ്ഥലവുമൊക്കെയാണല്ലോ അല്ലാ. അതുകൊണ്ട് അത്രത്തോളം ഭീകരമായ, ഓർക്കാൻ പോലും സാധ്യമല്ലാത്തത്ര പ്രയാസങ്ങളുടെ കൂടാരമായ നരകാഗ്നിയെ തൊട്ട്, നരകശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ തിരിച്ചു കളയണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണവർ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാർ. ഇതാണ് നാലാമത്തെ സവിശേഷ ഗുണമായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നടുക്കത്തോടെ മാത്രം നാം ഓർക്കുന്നതാണ് ജഹന്നം, നരകം. ജഹന്നം, ജഹീം, സഈർ, സഖീം, ലളാ എന്നൊക്കെ പല പേരുകളിൽ നരകാഗ്നിയുടെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന നിലക്ക് അത്യന്തം ഗൗരവത്തോടുകൂടെ വിശ്വാസികൾ ഓർക്കുന്ന, നടുക്കം വിട്ടുമാറാതെ അവരുടെ മനസ്സിലെന്നും നിലനിൽക്കുന്ന ഭീകരമായ, ബീഭത്സമായ ശിക്ഷകൾ നടക്കുന്ന കേന്ദ്രമാണല്ലോ ജഹന്നം. ആ ജഹന്നമിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, നീ ഞങ്ങളെ തിരിച്ചു കളയണമേ എന്ന് വല്ലദീന യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നമസ്കാരത്തിലും അവർ ചോദിക്കുന്നു. നാം നമ്മുടെ നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിയുന്നതിന്റെ മുമ്പായി 4 കാര്യങ്ങളിൽ നിന്ന്
അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടല്ലാതെ നാം നമ്മുടെ ഫർള് നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കാറില്ല. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, നരക ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നമ്മുടെ നമസ്കാരത്തിൽ നാം തേടുന്നു. നമസ്കാര ശേഷവും നമ്മുടെ ദുആകളിൽ അത് വരുന്നുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരായത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാപത്തിൽ മുങ്ങിക്കുളിച്ച ആളുകളെ കുറിച്ചല്ല. പാപത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് തിന്മകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തെമ്മാടികളെ കുറിച്ചല്ല. ഈ ആയത്തുകളുടെ തുടക്കത്തിൽ തന്നെ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ ലക്ഷണങ്ങളാ പറയുന്നത്. എന്നിട്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ, അതേ പടപ്പുകളുടെ മുമ്പിൽ അവര് വളരെ വിനീതരാണ്. അവരുടെ ആ നടത്തത്തിന്റെ അടക്കവും ഒതുക്കവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തികളോടുള്ള, പടപ്പുകളോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ ആ പ്രത്യേകമായ സമീപനങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്രക്ക് സൂക്ഷ്മതയോടെയാണ് അവർ പടപ്പുകളോട്, ആളുകളോട് ഇടപഴകുന്നത്. അതുപോലെ തന്നെ അവരുടെ രാത്രികൾ, അള്ളാഹുവുമായിട്ടുള്ള അവരുടെ മുനാജാത്തുകൾ, അള്ളാഹുവുമായിട്ടുള്ള അവരുടെ പ്രത്യേകമായ ഇടപെടലുകൾ, എങ്ങനെയാണ് അവർ സുജൂദുകളിലും റുകൂഴുകളിലുമാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ചാ പറയുന്നത്. വല്ലദീന യഖൂലൂന, അവര് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മഹാന്മാര് പടച്ചവനോടുള്ള ഇടപാടുകളിലും പടപ്പുകളോടുള്ള ഇടപാടുകളിലും വളരെ സൂക്ഷ്മതയോടെ, തഖ്വയോടെ ജീവിക്കുന്ന ആ മുഅ്മിനുകൾ തന്നെ, അവരെക്കുറിച്ച് തന്നെയാ അല്ലാഹു പറയുന്നത്. അവർക്ക് അഹങ്കാരമില്ല. അവർക്ക് ഞങ്ങൾ കുറെ വിനീതരാണ്, ഞങ്ങൾ രാത്രി കുറെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് എന്നതുകൊണ്ടൊന്നും അവർക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് അവരുടെ നിരന്തര പ്രാർത്ഥനകളിൽ അവരിത്രമാത്രം സൂക്ഷിച്ച് ജീവിക്കുന്നവരായിട്ട് പോലും, സഹോദരങ്ങളെ, അല്ലാഹ് അവരുടെ നാലാമത്തെ ഗുണം പറഞ്ഞത് അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തേ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅതു മുസ്തഖറൻ വമുഖാമ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ മആനി എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ മഹാനായ ആലൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹു ഇവരെക്കുറിച്ച്, ഇവരിങ്ങനെ പറയുന്നവരാണെന്ന് ഉദ്ധരിച്ചതിൽ മസീദു മദ്ഹിൻ ലഹും, ഇവരെക്കുറിച്ച് അങ്ങേയറ്റത്തെ മദ്ഹാണ് അല്ലാഹു പറഞ്ഞത്. ബിബയാനി അന്നഹും മഅ ഹുസ്നി മുആമലതിഹിം മഅൽ ഖൽഖി, പടപ്പുകളോടവർ വളരെ നല്ല നിലക്ക് ഇടപെടുന്നു. വജ്തിഹാദിഹിം ഫീ ഇബാദത്തിൽ ഹഖ്, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് പോലും യഖാഫൂനൽ അദാബ, അവർ ശിക്ഷ പേടിക്കുകയാണ്, അവർ നരകത്തെ ഭയപ്പെടുകയാണ്. വയബ്തഹിലൂന ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അവരുടെ രക്ഷിതാവിങ്കലേക്ക് അവർ താണ് കേണപേക്ഷിക്കുകയാണ്. ഫീ സർഫിഹി അൻഹും, ആ നരകത്തെ അവരിൽ നിന്ന് തിരിച്ചുവിടാൻ. ഗൈറ മുഹ്തഫിലീന ബിഅഅമാലിഹിം, അവർ അവരുടെ അമലുകളെ കുറിച്ച് അഹങ്കരിക്കുന്നവരല്ല. ഞങ്ങൾ ഒരുപാട് ചെയ്തവരാണ് എന്ന പേടി, എന്ന അഹങ്കാരമല്ല അവരുടെ മനസ്സിലുള്ളത്. ഏതുപോലെ അവരുടെ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ആ ഒരു പേടിയുണ്ട്, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണമല്ലോ, അവനെ കാണണമല്ലോ എന്ന്. അതുപോലെ തന്നെ വഫീ ദാലിക തഹ്ഖീഖു ഈമാനിഹിം ബിൽ ബഅസ് വൽ ജസാ, പരലോകത്തെക്കുറിച്ച്, പരലോക നാളിലെ ശിക്ഷയെക്കുറിച്ചുള്ള അവരുടെ ഈമാനിന്റെ കൃത്യത ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിരുത്തേണ്ടത്. നല്ലവരായ ആളുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച. രാത്രി നെടുനീളം നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചായി പറയുന്നത്. അവർക്ക് എന്നാലും നരകത്തെ പേടിയാണ്. അത്രമാത്രം അള്ളാഹുവിനോട് അടുപ്പം കിട്ടിയ ദാസന്മാരായിട്ട് പോലും
അവർക്ക് അഹങ്കാരമില്ല. ഞാനൊക്കെ സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിൽ എന്ന് അവര് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെന്ന നിലക്ക് അവർ അഹങ്കരിക്കുന്നില്ല. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ വിനീത സ്വഭാവമാണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കാണ് കിട്ടുക എന്ന മേന്മ പറയലൊന്നും അവരുടെ വാക്കുകളിലില്ല. പടച്ചവനോടും പടപ്പുകളോടും വളരെ കൃത്യമായ സൂക്ഷ്മതയോടെ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് പോലും വല്ലദീന യഖൂലൂന അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമഖാമാ. നമ്മുടെ ധാരാളം പ്രാർത്ഥനകളിൽ അത് വരാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ നാം എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന സൂറത്തു ആലി ഇംറാനിന്റെ അവസാന ഭാഗത്ത് പരാമർശിക്കപ്പെട്ട ആയത്തുകളിൽ നാം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാർ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, നീ ആരെയെങ്കിലും നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഖ്സൈത, നീ അവനെ ഏറ്റവും വലിയ അപമാനമാണ് അപമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഒരു നിന്ദ്യത, നരകത്തിയിലേക്ക് ഇടപെടുക എന്നതിനേക്കാൾ ഇനി ഒരു നിന്ദ്യത, ഒരപമാനം വേറെ കിട്ടാനില്ല. അതുകൊണ്ട് വമാലിൽ മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നാഥാ റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് രാത്രിയിൽ എഴുന്നേറ്റ് നമ്മൾ പറയുന്നു, ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കണം നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ. സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക. അത് ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. എത്രത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ സഅല അഹദുലില്ലാഹിൽ ജന്ന സലാസൻ ഇല്ലാ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ആരെങ്കിലും 3 തവണ അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ സ്വർഗം പറയും, അല്ലാഹുവേ നീ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. ആരെങ്കിലും വലസ്തജാറ റജുലുൻ മുസ്ലിമുൻ അല്ലാഹ മിനൻ നാരി സലാസൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നതായാൽ സലാസൻ 3 വട്ടം, അതേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നിങ്ങനെ അല്ലാഹുവിനോട് ഒരു 3 തവണ ആരെങ്കിലും കാവൽ തേടിയാൽ ഇല്ലാ ഖാലത്തിൻ നാറു, നരകം വിളിച്ചു പറയും, അല്ലാഹുമ്മ അജിറുഹു മിന്നീ, അല്ലാഹുവേ എന്നിൽ നിന്ന് ആ മനുഷ്യനെ നീ രക്ഷിക്കണേ എന്ന്. അത്രത്തോളം പുണ്യകരമായൊരു കാര്യമാണ് സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. എത്രത്തോളം മനുഷ്യന്മാരുടെ ആധിക്യമാണ് നരകത്തിലുള്ളത്. നരകാഗ്നിയിൽ വളരെയേറെയാണ് ആളുകളുടെ എണ്ണം, ധാരാളമാണ് പ്രിയമുള്ളവരെ നരകാഗ്നി. നരകാഗ്നി നിറഞ്ഞു കവിയുമെന്നാണ്. ഇനിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയുമുണ്ടോ എന്ന് നരകം തിരിച്ചു ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ നരകം. അതിലും കൂടുതൽ ആളുകൾ, ധാരാളം ആളുകൾ എന്താ വരാൻ കാരണം? അധിക ജനങ്ങളും നീ എത്ര അതിമോഹം കാണിച്ചാലും ശരി നബിയെ, ജനങ്ങളിൽ മഹാഭൂരിഭാഗവും യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളുന്നവരല്ല. മഹാഭൂരിപക്ഷവും ഈമാനില്ലാത്തവരാണ്, കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്, തെമ്മാടികളാണ്, ശൈത്താനെ പിൻപറ്റുന്നവരാണ്, ഇബ്ലീസിനെ പിൻപറ്റിയവരാണ്. മുഅ്മിനീങ്ങളിൽ ഒരു കുറഞ്ഞ വിഭാഗമല്ലാത്ത എല്ലാവരും ആളുകളൊക്കെയും ശൈത്താന്റെ ആളുകളാണ്, അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗക്കാരുടെയും നരകക്കാരുടെയും എണ്ണത്തിന്റെ ആ അളവൊന്ന് മനസ്സിലാക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ കുല്ലി അൽഫിൻ 999 ഇലന്നാർ വാഹിദുൻ ഇലൽ ജന്ന. സുബ്ഹാനല്ലാഹ്. 1000 ആളുകളുണ്ടെങ്കിൽ 999 ഇലന്നാർ, നരകത്തിലേക്കാണ്. വാഹിദുൻ ഇലൽ ജന്ന, ഒരാളാണ് സ്വർഗത്തിൽ പോകുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ജനകോടികളുടെ മുഴുവൻ കണക്കെടുത്ത് നോക്കിയാൽ 1001 സ്വർഗത്തിൽ, 999 നരകത്തിൽ. ചില ഹദീസിൽ നമുക്ക് കാണാം, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത്, അതെ അങ്ങനെയാണ്. മറ്റൊരു ഹദീസിൽ
മറ്റൊരു ഹദീസിൽ റിപ്പോർട്ടിൽ വന്നത് 100-ൽ 1 സ്വർഗത്തിൽ, 99 നരകത്തിൽ. ആ പറഞ്ഞത് ഈ ഉമ്മത്തിനെ കുറിച്ചായിരിക്കാനാണ് സാധ്യത എന്ന് ഈ രണ്ട് ഹദീസുകളെയും 1000-ൽ 1 എന്ന് പറഞ്ഞതും 100-ൽ 1 എന്ന് പറഞ്ഞതിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഹദീസ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും സഹോദരങ്ങളെ, നരകാഗ്നിയിലാണ് ആളുകൾ കൂടുതൽ. എന്തുകൊണ്ട് ആളുകൾ ഫിത്നക്ക് വിധേയരാവുകയാണ്. മഹാഭൂരിഭാഗവും ഫിത്നക്ക് വിധേയരാവുകയാണ്. എന്തൊക്കെ ഫിത്നകളിലാണ് അകപ്പെടുന്നത്? പണ്ഡിത ലോകം പറയുന്നു, ഫിത്നു ശുബ്ഹാത്ത് വ ഫിത്നു ശഹവാത്ത്. ശുബ്ഹാത്തുകളുടെ ഫിത്നകൾ, ശഹവാത്തുകളുടെ ഫിത്നകൾ. എന്താ ശുബ്ഹാത്തുകളുടെ ഫിത്ന എന്ന് പറഞ്ഞ? ശിർക്ക്, അതുപോലെ തന്നെ കുഫ്ർ, അതുപോലെ തന്നെ ബിദ്അത്തുകൾ, വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവില്ലായ്മ. അങ്ങനെ ശുബ്ഹത്ത് ഏതു നേരവും മനസ്സിൽ ഡൗട്ടാണ്, എപ്പോഴും സംശയമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്കും പഠിച്ചിട്ടില്ല, മലക്കുകളെ കുറിച്ച് പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് അവൻ അറിയില്ല, പരലോക നാളിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല, ഖദാ ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവൻ അറിയില്ല. അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ടോ അതിനെപ്പറ്റി ഒരു പിടിപാടില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ഇവനും ഇങ്ങനെ പറയുന്നു എന്നതല്ലാതെ അതിനെക്കുറിച്ചൊരു കൃത്യമായ അവബോധം അവനില്ല. ആ നിലക്ക് എപ്പോഴും സംശയത്തിലായി കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ, അധികം ആളുകളും നരകത്തിൽ പോകാൻ അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഫിത്നു ശഹവാത്ത്, ദേഹേച്ഛകളുടെ പിന്നാലെ പോവുകയാണ്. മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ എന്ന നിലക്ക് അവനിൽ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ചില മോഹങ്ങളുണ്ട്. അത് അല്ലാഹു സൂറത്ത് ആലി ഇംറാനിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. മനുഷ്യന് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതേ ഹുബ്ബുശ് ശഹവാത്തി, ഇച്ഛകളോടുള്ള പ്രേമം, സ്നേഹം. അതേ തന്റെ കുടുംബത്തിലെ തന്റെ ഇണകൾ, ഭാര്യമാര്, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ സന്താനങ്ങൾ, അതേ സമ്പത്ത്, സൗകര്യങ്ങൾ, തന്റെ വാഹനങ്ങൾ, തന്റെ വീട്, തന്റെ കച്ചവടം, തന്റെ കാര്യങ്ങൾ, ഈ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം, അതിലേക്ക് മാത്രം ശ്രദ്ധകൾ പതിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി, ആ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ആഖിറത്തെ മറക്കുന്നു. മഹാഭൂരിപക്ഷവും എന്തു ചെയ്യുന്നു? തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അല്ലാഹനെ മറക്കുന്നു, മക്കൾക്ക് വേണ്ടി അല്ലാഹനെ മറക്കുന്നു, പണമുണ്ടാക്കാൻ വേണ്ടി അല്ലാഹനെ മറക്കുന്നു. അതേ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനെ മറന്നുകൊണ്ട് ശഹവത്തുകളുടെ പിന്നാലെ, ദേഹേച്ഛകളുടെ പിന്നാലെ, തന്നിഷ്ടത്തിന്റെ പിന്നാലെ കുതിച്ചു പായുന്നു. ഭൂരിപക്ഷം ആളുകൾക്കും പിടികൂടിയ ഫിത്നകൾ ഇതാണ്. ശുബ്ഹത്തിന്റെ ഫിത്ന, ശഹവത്തിന്റെ ഫിത്ന. ഒന്ന് ശുബ്ഹത്ത് അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്നു, മറ്റൊന്ന് ശഹവത്ത് അവന്റെ സംസ്കാരത്തെ ബാധിക്കുന്നു. ഇങ്ങനെ വിശ്വാസവും സംസ്കാരവും തകർന്ന് തരിപ്പണമാകുന്ന നിലക്കാണ് മഹാഭൂരിപക്ഷവും ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മഹാഭൂരിപക്ഷവും എവിടെ എത്തുന്നത്? നരകാഗ്നിയിലേക്ക് എത്തുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഅയ്തുന്നാർ, ഒരു ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞു, ഒരു ഖുതുബയിലൂടെ അവിടുന്ന് പറഞ്ഞു, ഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നടത്തിയ ഒരു ഖുതുബയിൽ അവിടുന്ന് സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു, വറഅയ്തു അക്സറ അഹ്ലിഹ നിസാ, അതിലെ മഹാഭൂരിപക്ഷം ആളുകളെയും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. നരകാഗ്നിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നരകത്തിയിൽ കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ എപ്പോഴും ധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ ധർമ്മം ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നരകാഗ്നിയെ തടുക്കണം. ഫൈനി റഅയ്തുകുന്ന കതറാഹിലിന്നാർ, നരകവാസികളിൽ അധികാളുകളെയും ഞാൻ നിങ്ങളെയാണ് കാണുന്നത്. സ്ത്രീകളോട് പറയാണ്, ഞാൻ നിങ്ങളെയാണ് അധികവും നരകത്തിൽ കാണുന്നത്, നിങ്ങളുടെ വർഗത്തെ സ്ത്രീകളെ. സഹാബ സ്ത്രീകൾ ചോദിച്ചു, വലിമദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങൾക്ക് ശാപം കുറച്ച് കൂടുതലാ.
ഈ ശപിക്കണ പരിപാടി നിങ്ങൾക്ക് കുറച്ചധികം. തക്ഫുർനൽ അശീറ, കുടുംബബന്ധത്തെ നിഷേധിക്കലും നിങ്ങൾക്ക് കുറച്ചധികമാണ്. രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ പിണക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു കഴിവാണ്. നിങ്ങൾ കുസുകുസുത്ത് തലയണ മന്ത്രം നടത്തി പലതും ചെയ്ത് ഒന്നിച്ചു നിന്നിരുന്ന ആളുകളെ നിങ്ങൾ ഭിന്നിപ്പിക്കും. ബന്ധങ്ങളിൽ നിങ്ങൾ വിള്ളലുണ്ടാക്കും, പോരായ്മകൾ ഉണ്ടാക്കും. മാത്രമല്ല ദുന്യാവിനോട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഒരു ചായ്വ്, ദുന്യാവിന്റെ സുഖസൗകര്യങ്ങളോടൊരു ചായ്വ്, അതിന് പ്രാധാന്യം കൊടുക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യപ്പെടുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ ചോദിക്കുന്നതൊക്കെ നൽകിയ ഒരു ഭർത്താവ്, ആ ഭർത്താവ് നിന്റെ ഒരാവശ്യം പൂർത്തീകരിച്ച് തരാൻ അയാൾക്ക് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഒരു ഖൈറും ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന നന്ദികെട്ട പെണ്ണുങ്ങൾ. അതെ, അവർക്കങ്ങനെ ശപിക്കൽ, എന്തെങ്കിലും കാര്യത്തിൽ ശാപം അവർക്ക് കൂടുതലാണ്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പണ്ടാറടങ്ങട്ടെ, നശിച്ചു പോകട്ടെ, ശപിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്നൊക്കെ അവരാണ് കൂടുതൽ പറയാം. മാറത്തടിച്ച് നിലവിളിച്ച് മുടിയഴിച്ചാടി ശാപവാക്കുകൾ ചൊരിയും. മക്കൾക്കെതിരെ ശപിച്ചു പറയും, ഭർത്താവിനെതിരെ ശപിച്ചു പറയും, കുടുംബത്തിനെതിരെ ശപിച്ചു പറയും, സ്വത്തിന്റെ കാര്യത്തിൽ ശപിച്ചു പറയും. ഇങ്ങനെ ശാപവാക്കുകൾ കൂടുതൽ ഉരിയാടൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കലും ഒന്നിച്ചു നിൽക്കുന്നവരെ പരസ്പരം അകറ്റുന്നതിലും നിങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നല്ല ഈ പറയുന്നത്, മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ പുരുഷന്മാരെക്കാൾ സൽക്കർമ്മത്തിലും ഈമാനിലും മുന്നേറിയ എത്രയോ വനിതാ രത്നങ്ങളുണ്ട്, മഹിളാ നേതാക്കളുണ്ട്. സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കളാകാൻ മാത്രം യോഗ്യരായ മഹദികൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരേത് കാലഘട്ടത്തിലും ഉണ്ടാകും, നല്ലവരായ എത്രയോ ഈമാനും സൽക്കർമ്മങ്ങളുമുള്ളവർ. എന്നാൽ മറ്റവരെ അപേക്ഷിച്ച് ഇത്തരം ആളുകൾ വളരെ കൂടുതലാണ്. ഭർത്താവിന് ഈമാനികമായ ബോധമുണ്ടെങ്കിൽ പോലും ഭാര്യ സമ്മതിക്കൂല. ഭാര്യ അവളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കും, അവനെ കൊണ്ട് അമിതമായി ആഡംബരത്തിന് ചെലവഴിപ്പിക്കും, കുത്തുവാക്കുകൾ പറഞ്ഞു നോവിപ്പിക്കും. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് കയറി വരുന്ന ഭർത്താവിന്റെ മുമ്പിലേക്ക് ഒരുപാട് പ്രയാസങ്ങളുടെ ബാധ്യങ്ങൾ അഴിച്ചു വെക്കുന്നവളല്ല യഥാർത്ഥത്തിലുള്ള ഒരു ഭാര്യ. ആ ഭാര്യ ആശ്വസിപ്പിക്കേണ്ടവളാണ്, താങ്ങും തണലുമാകേണ്ടവളാണ്. താങ്ങും തണലുമാകുന്നത് പോയിട്ട് ഭർത്താവിന്റെ ഭാരങ്ങളിൽ വീണ്ടും തീക്കൊള്ളിയെടുത്ത് കത്തിച്ച് ആ ബന്ധങ്ങളെ വഷളാക്കുന്ന നിലക്ക് കൂടുതൽ ശാപവാക്കുകളും നന്ദികേടിന്റെ വാക്കുകളും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന നിഷേധത്തിന്റെ വാക്കുകളും അധികരിപ്പിക്കുന്ന പ്രകൃതമാണ് സ്ത്രീകൾക്കുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീകളാണ് നരകത്തിൽ കൂടുതലുമുള്ളത്. അതുകൊണ്ട് ഓ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെയൊക്കെ ഈ സമൂഹത്തോട് വളരെ കൃത്യമായിട്ട് പേടിക്കാൻ പറയാണ് നരകത്തെ. എന്താണ് ഈ നരകത്തെ, നരകാഗ്നിയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ എന്താ വിശ്വാസികൾ പറയുന്നത്? അല്ലാഹ് നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് മാത്രമല്ല പറയുന്നത്, പിന്നെയോ അവരറിഞ്ഞു പറയാണ്, ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അർച്ചോനെ, അത് സഹിക്കാൻ കഴിയാത്തതാണ്, ഹറാമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്, ചീത്തയായ താവളമാണ്, ഭീകരമായ കേന്ദ്രമാണ്, ഒരിക്കലും ഓർക്കാൻ പോലും കഴിയാത്തതാണ്. എന്തേ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് പറയാൻ കഴിയുന്നത്? നമുക്കും അതിന് കഴിയണം. നരകാഗ്നിയെക്കുറിച്ച് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ ചുണ്ട് മാത്രം ആ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ പോരാ. അള്ളാഹുവേ, നരകാഗ്നിയെ തൊട്ട് നീ ഞങ്ങളെ തിരിച്ചുവിടണേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നരകാഗ്നിയുടെ ഭീകരതകളെ കുറിച്ച് അള്ളയും അവന്റെ റസൂലും പഠിപ്പിച്ചത് മിന്നി മറഞ്ഞുകൊണ്ടിരിക്കണം. നരകത്തിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ നരകാഗ്നിയുടെ ഭീകരമായ കാര്യങ്ങൾ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ വന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് ചൂടാക്കും, നല്ല നിലക്ക് മനസ്സിനെ അത് പേടിപ്പെടുത്തും, അത് കണ്ണുനീരായി പ്രവഹിക്കും, കണ്ണുനീരായി ഒഴുകും. ഭയത്തോടെ നരകം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പറയണം. ആഴമേറിയ നരകമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രയാണ് നരകാഗ്നിയുടെ ആഴമെന്നതിന് കണക്കില്ല. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ശക്തമായ ഒരു എന്തോ വന്ന് വീഴുന്നത് പോലെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു.
ഒരു ശബ്ദം, ഒരു വീഴ്ചയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തദ്റൂന മാ ഹാദാ, എന്താണ് കേട്ടതെന്ന് മനസ്സിലായോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനാണ് അറിവുള്ളത്, അവന്റെ വഹി കിട്ടുന്ന റസൂലിനാണ് അറിവുള്ളത്, ഞങ്ങൾക്കറിയില്ല. ആ ഘട്ടത്തിൽ അഷ്റഫുൽ വറാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫാ ഫഹുവ യഹ്വി ഫിന്നാരി ഇലല്ലാൻ. 70ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ്, 70ഓളം കൊല്ലങ്ങളോളമായി എറിയപ്പെട്ട ഒരു കല്ല്, ആ കല്ലിതാ നരകത്തിൽ ഇപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. അശബ്ദമാ കേൾക്കുന്നത്. ഒരു കല്ലിട്ടാൽ എത്ര കൊല്ലത്തെ വഴിദൂരം കഴിഞ്ഞിട്ടാ അത് ആഴത്തിലെത്തുന്നത്? എത്രയാ നരകാഗ്നിയുടെ ആഴം, എത്രയാണ് അതിന്റെ പരപ്പ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് വലിച്ചു കൊണ്ടുവരുന്നവരുടെ ആധിക്യം. ജഹന്നമാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ജഹന്നം കൊണ്ടുവരപ്പെടുന്ന ദിവസം, അതേ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്നത് ശക്തന്മാരായ മലക്കുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തഫ്സീർ പറയുന്നു, യുഅതാ ബി ജഹന്നമ, ജഹന്നം കൊണ്ടുവരപ്പെടും യൗമൈദിൻ, അന്നാളിൽ ലഹാ 70,000 സിമാം, 70,000 കടിഞ്ഞാണുകൾ ആ നരകത്തിനുണ്ട്. 70,000 കടിഞ്ഞാണുകളിൽ മഅകുല്ലി സമാമിൻ, എല്ലാ ഓരോ കടിഞ്ഞാണിന്റെ കൂടെയും 70,000 മലക്, അതേ 70,000 മലക്കുകൾ ഓരോ കടിഞ്ഞാണും വലിക്കാനുണ്ട്. ഇവര് സാധാരണക്കാരായ ആളുകളല്ലല്ലോ. മലക്കുകളുടെ പവർ എത്രയാണ്, അവരുടെ കഴിവെത്രയാണ് അല്ലാഹുവിനല്ലേ അറിയുക. അത്രത്തോളം ഭീകരമാണ് നരകത്തിന്റെ ശിക്ഷ. അതിന്റെ എല്ലാ തട്ടുകളും തുല്യമല്ല. ആഴത്തിലേക്ക് പോകുന്തോറും അതിന്റെ ചൂട് കൂടുകയാണ്, ശിക്ഷ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തേക്കൊന്ന് വേറെ പെരുമാറണ്ട, നിഫാഖ് വേണ്ട, കാപട്യം വേണ്ട, ഉള്ളും പുറവും ഒരുപോലെ ജീവിച്ചോ. കാരണം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നിശ്ചയമായും ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് വേറൊന്ന് കാണിക്കുന്ന കപടന്മാര് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകാഗ്നിയുടെ ഏറ്റവും ചൂടേറിയ അഗാധമായ അടിയിലെ തട്ടിലാകുന്നു. അല്ലാഹു നിഫാഖിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കഠിന കഠോരമായ ശിക്ഷകൾ പറഞ്ഞാൽ തീരില്ല പ്രിയമുള്ളവരെ, പറഞ്ഞാൽ ഒതുങ്ങില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ തേടണം. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. വഅസ്ഹാബുശ്ശിമാൽ, നരകത്തിന്റെ കഠിനമായ അതിന്റെ ചൂടിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താ? വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ ഫീ സമൂമിൻ വഹമീം وظل من يحموم لا بارد ولا كريم. അതേ നരകാഗ്നിയിലേക്ക് കടത്തപ്പെടുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? അവര് ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂമിൻ ലാ ബാരിദിൻ വലാ കരീം. എന്താ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? കഠിനമായ ചൂടുണ്ടാകുമ്പോൾ നമ്മൾ ദുനിയാവിൽ ഒരു മനുഷ്യൻ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ 3 മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തും. ഒന്ന് വെള്ളം, അല്ലാതെ ചൂടുണ്ടാവുമ്പോൾ തണുപ്പിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കും. അല്ലെങ്കിൽ കാറ്റ് കൊള്ളാനിരിക്കും, AC-യിൽ കയറും, നല്ല തണുത്ത കാറ്റ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തണലത്തെ, ഒരു വൃക്ഷത്തിന്റെ തണലോ ഒരു ബിൽഡിങ്ങിന്റെ തണലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓരം പറ്റി നിൽക്കും. എന്തിന്? ചൂടുന്നൊരു രക്ഷ കിട്ടാൻ. ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നതാ. എന്നാൽ നാളെ മഹ്ശറിൽ നരകാഗ്നിയിൽ ഈ 3 പകരം എന്താ കിട്ടുന്നത്? കാറ്റിന് പകരം അവിടെ കിട്ടുന്നത് എന്താണ്? സമൂമാണ്. രോമക്കുത്തുകളിൽ കൂടി തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിനാണ് സമൂം എന്ന് പറയുന്നത്. ഉഷ്ണക്കാറ്റാണ് അത്. രോമക്കുത്തുകളിലൂടെ ഉള്ളിലേക്ക് അതിന്റെ ചൂട് തുളച്ചു കയറുന്ന കാറ്റാണ്. ഇനി വെള്ളം എന്താണ്? ഹമീം, അത്യുഷ്ടമായി തിളച്ചുകൊണ്ടിരിക്കുന്ന ജലമാണ്. ഇനി തണൽ എന്താണ് കിട്ടാനുള്ളത്? ഒരു ബിൽഡിങ്ങിന്റെ തണലില്ല, ഒരു വൃക്ഷത്തിന്റെ തണലില്ല. അതേ അല്പം പോലും ആശ്വാസമില്ലാത്ത കരിമ്പുകയാലുള്ള തണലാണ്, തീപ്പുകയുടെ തണലാണ് കിട്ടാനുള്ളത്. ഇങ്ങനെയുള്ള തണല് എന്ന് വരെ ഖുർആൻ പറഞ്ഞു.
എങ്ങനെയുള്ള തണലിയും തലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. അതേ അല്ലാഹു പറയും, 3 ശാഖകളുള്ളതായ ഒരു തരം തണലാണ് അവിടെയുള്ളത്. അത് ചൂടിൽ നിന്ന് നിഴല് നൽകുന്നതല്ല, അഗ്നിജ്വാലയിൽ നിന്നത് തടുക്കുകയുമില്ല. നിശ്ചയം ആ നരകം വൻ കെട്ടിടം പോലെയുള്ള തീപ്പൊരിയാണ് എറിയുന്നത്. നരകം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു തീപ്പൊരിയുടെ വലുപ്പമാ പറയുന്നത്. ബിൽഡിങ്ങുകൾക്ക് സമാനമായ വൻ കെട്ടിടം പോലെ വലുപ്പമുള്ള തീപ്പൊരികളാണ്. അതാ തീപ്പൊരി മഞ്ഞവർണ്ണമായ ഒട്ടകക്കൂട്ടങ്ങൾ പോകുന്നത് പോലെ ശക്തമായ ഒരു തീപ്പൊരിയെയാണ് ഉപമിച്ചിരിക്കുന്നത്. അത്രത്തോളം അതികഠിനമായ തീയാണ്. സൗസുലീഹി സഖർ വമാ ദറാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ. അതേ സഖർ എന്ന് പറയുന്ന തീ ഉരുക്കിക്കളയുന്ന തീയാണ്, ഒന്നിനെയും അത് ബാക്കിയാക്കാത്ത തീയാണ്. അതേ തൊലിയദാശന്റെ ഷേപ്പ് മാറ്റുകയാണ്, എരിച്ചു മാറ്റം വരുത്തിക്കളയുന്ന തീയാകുന്നു. നമ്മുടെ ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന തീയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാറുനാ, നമ്മൾ ഉപയോഗിക്കുന്ന തീ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകാഗ്നിയുടെ 70 ഭാഗം മാത്രമാണ്. 70 ഇരട്ടി ചൂടുള്ള തീയുടെ ഒരു അംശം മാത്രമേ ദുനിയാവിലേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇൻകാനത്തിലെ കാഫിയാത് തന്നെ മതിയതല്ലോ, ലോകം മുഴുവൻ ചുട്ടരിക്കാൻ മാത്രം ചൂടുള്ള തീയാണല്ലോ ദുനിയാവിലെ തീ, എന്നിട്ട് പിന്നെയും കഠിനമായ ചൂടാണോ പരലോക തീക്കുള്ളത്? വിധങ്ങൾ പറയുന്നു, അതേ, ഫുദ്ദിലത്ത് അലൈഹാ ബിതിസ്അതിൻ വസിത്തീന ജുസ്ആ, ദുനിയാവിലെ തീയോട് 69 ഇരട്ടി നിങ്ങളങ്ങ് കൂട്ടിക്കോ. കുല്ലുഹുന്ന മിസ്ല ഹരിഹാ, ഓരോ ഇരട്ടിയും ദുനിയാവിലെ തീക്ക് തുല്യമായ ചൂട് തന്നെ. അതാ മനുഷ്യനെ ഇട്ടുമ്പോഴേക്കാണ് വേവെന്ന് പറയുന്നത്. വീന്ത് കളയുകയാണ്. വെന്താല് രക്ഷയുണ്ടോ? നരകാഗ്നിയിൽ നിന്ന് മോചനമുണ്ടോ? മരണമുണ്ടോ? കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. തൊലികളും അംശങ്ങളുമൊക്കെ പഴുത്ത് ചീഞ്ഞളിഞ്ഞ് അതങ്ങനെ കത്തിക്കരിയുന്ന നേരത്ത്, അതേ തൊലിയാണല്ലോ ഒരു മനുഷ്യന്റെ സ്പർശനത്തിന്റെ കാര്യങ്ങൾ അറിയുന്നത്. നമ്മുടെ ബോഡിയിൽ ഈ സ്കിൻ എന്ന് പറയുന്ന ഏർപ്പാടുള്ളത് കൊണ്ടാണ്, തൊലിയുള്ളത് കൊണ്ടാണ് തൊട്ടാൽ നമ്മൾ അറിയുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അപകടം കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ തൊലിയങ്ങ് പോയിട്ടുണ്ടെങ്കിൽ തൊട്ടാൽ അറിയുന്നില്ലല്ലോ. അപ്പൊ ബോഡിക്ക് വേദന കൊടുക്കുന്നത് ഈ തൊലിയാണ്, ഈ സ്കിന്നാണ് മനുഷ്യന് വേദന കൊടുക്കുന്നത്. അതേ നരകത്തിയിൽ അവന്റെ തൊലിക്ക് ഇങ്ങനെ കട്ടികൂട്ടി കൊടുക്കുന്നു. കുല്ലമാ നദിജതു ജുലൂദുഹും, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത് ആ തീയിൽ കിടന്നുകൊണ്ട് വെന്തുരുകുമ്പോഴൊക്കെയും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അതല്ലാത്ത നിലക്ക് വേറെയും തൊലികൾ അവൻ ഇങ്ങനെ ഫ്രഷ് തൊലികളല്ല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നരകത്തിയിൽ. ലിയദൂഖുൽ അദാബ്, നരകത്തിന്റെ ശിക്ഷയവരൊന്ന് ആസ്വദിക്കട്ടെ എന്ന നിലക്ക്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അത്ര കഠിനമായ തീ, അതിൽ കിട്ടാനുള്ള ഭക്ഷണം, അതിൽ കിട്ടാനുള്ള പാനീയം, അതിലൊടുക്കാനുള്ള വസ്ത്രം. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വേണമെന്നതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഇത് കേൾപ്പിക്കുന്നത്. എന്താണ് നരകവാസികൾക്ക് കിട്ടാനുള്ള ഭക്ഷണം? ദരീഅാണ്, സഖൂമാണ്. എന്താണ് അവർക്ക് കുടിക്കാൻ കിട്ടുന്ന പാനീയം? ഹമീമാണ്, ഗിസ്ലീൻ, ഗസ്സാഖ്. ഒക്കെയും ഖുർആനിക ആയത്തുകളിലൂടെ റബ്ബ് പറഞ്ഞതാണ്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. അവർക്കൊരു ഭക്ഷണവുമില്ല ദരീഇൽ നിന്നല്ലാതെ. എന്താണ് ദരീഅ് എന്ന് പറഞ്ഞാൽ? ഏത് മരുഭൂമിയിലൂടെ ജീവിക്കുന്ന ഒട്ടക
ഒട്ടകത്തിനും മരുഭൂമിയിൽ വളരുന്ന എത്ര വലിയ ഉറപ്പുള്ള കള്ളിമുൾ ചെടികളും ഒട്ടകം മേഞ്ഞു തിന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒട്ടകങ്ങൾക്ക് പോലും മേഞ്ഞു തിന്നുവാൻ പ്രയാസകരമായ ഒരുതരം കള്ളിമുൾ ചെടിയാണ് നരകവാസികൾക്കുള്ള ഭക്ഷണമെന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ. അത് കഴിച്ചിട്ടെന്താ ഒരു പോഷകമൂല്യവും അതിലില്ല, വിശപ്പിനത് പരിഹാരവുമല്ല. സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നാണ് അടുത്ത ഭക്ഷണം. ഇന്ന ശജറത്ത സഖൂമി ത്വആമുൽ ലസീം. പാപികൾക്ക് കിട്ടുന്ന ഭക്ഷണമാണ് സഖൂം വൃക്ഷത്തിന്റെ ഭക്ഷണം. കൽമുഹ്ലി, അത് എണ്ണക്കീടം പോലെയുള്ള ഒരു സാധനമാണ്. അതേ യഗ്ലീ ഫിൽ ബുത്തൂനി, വയറ്റിലേക്ക് ഇറക്കുമ്പോഴേക്ക് വയറ്റിൽ കിടന്നത് തിളച്ചു മറിയുന്നു. കഗല്യിൽ ഹമീം, അത്യുഷ്ണ ജലം തിളച്ചു മറിയും പോലെ വയറ്റിലേക്ക് എത്തുമ്പോഴേക്ക് തിളച്ചു മറിയുന്ന പ്രത്യേകമായ സഖൂം. ആ സഖൂം പാപികളാണ് തിന്നും. അതുകൊണ്ട് അവർ വയറ് നിറക്കും. പക്ഷേ ആ ഭക്ഷണം കഴിക്കുമ്പോഴേക്കത് തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങാണ്. വേറെ ആർത്തി കൊണ്ടവരിത് കഴിക്കാൻ നോക്കും, പക്ഷേ അത് തൊണ്ടയിൽ കുടുങ്ങും. തൊണ്ടയിൽ കുടുക്കുന്ന ഭക്ഷണമാണ് അവിടെ ഉള്ളത്, നമ്മുടെ അടുക്കലുള്ളത് എന്ന് അല്ലാഹ് പറയുന്ന സൂറത്തുൽ മുസമ്മിൽ. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നമ്മുടെ അടുക്കൽ ശക്തമായ ശിക്ഷയും നരകവുമുണ്ട്. അതേ വതആമാ, ഭക്ഷണമുണ്ട്. ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം. ആ തൊണ്ടയിൽ കൊടുങ്ങുന്ന ആ ഭക്ഷണം, അതിന്റെ നാറ്റം എത്രയാണ്, അതിന്റെ ദുർഗന്ധം എത്രയാണ് ആ ഭക്ഷണത്തിന്റെ. ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു അംശമെങ്കിലും ഈ ദുനിയാവിലേക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു കുട്ടിക്ക് ബോധത്തോടെ ജീവിക്കാൻ കഴിയില്ല അതിന്റെ ദുർഗന്ധം കൊണ്ട്. അങ്ങനത്തെ ദുർഗന്ധമുള്ള ഒരു സാധനം ഒരാളുടെ ഭക്ഷണമായി മാറിയാലുള്ള ദുരന്തം എത്രയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇതാണ് ഭക്ഷണം. കുടിക്കാൻ കൊടുക്കുന്നതോ എന്താണ് കുടിക്കാൻ കൊടുക്കുന്നത്? അതേ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. സൂറത്ത് അൽ കഹ്ഫിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫഇൻ യസ്തഗീസൂ യുഗാസൂ ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബു വസാഅത് മുർതഫഖാ. ഫഇൻ യസ്തഗീസൂ, നരകവാസികൾ വെള്ളത്തിന് കെഞ്ചിയാൽ, നരകവാസികൾ വെള്ളത്തിന് വിളിച്ച് നിലവിളിച്ച് സഹായം തേടിയാൽ, യുഗാസു അവർക്കതാ സഹായിക്കപ്പെടുന്നു. എന്ത് വെള്ളമാണ്? ബിമായിൻ കൽ മുഹ്ലി, അതേ ഉരുക്കിയ ടാറ് പോലെയുള്ള, തിളച്ചുമറിയുന്ന എണ്ണക്കീടം പോലെയുള്ള ഒരു ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുന്നത്. ആ ദ്രാവകമങ്ങ് മുഖത്തോടടുപ്പിക്കുമ്പോഴേക്ക് യശ്വിൽ വുജൂഹ്, മുഖത്തെ അത് ചുട്ടുകളയുന്നു. ആ വെള്ളമങ്ങ് മുഖത്തോടടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തെ തൊലികളും മാംസങ്ങളും മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറ്റിറ്റ് വീഴുന്നു, ഉരുകി ഒലിക്കുന്നു. ബിഅസ ശറാബു വസാഅത് മുർതഫഖാ, എത്ര മോശമായ പാനീയമാണ് അവിടെ കുടിക്കാൻ കിട്ടുന്നത്. പിന്നെ കുടിക്കാൻ കൊടുക്കപ്പെടുന്നത് എന്താ? ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت. ويسقى, അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നു. മിൻ മാഇൻ സദീദ്, അതേ ചീഞ്ചലമൊഴുകുന്ന വെള്ളത്തിൽ നിന്നവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുന്നു. ഏതാണ് ആ വെള്ളമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. വഹുവ മാസാല മിൻ ജുലൂദി അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരം വെന്തളിഞ്ഞിട്ട് അതിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന വെള്ളമാണ്. മിനൽ ഖൈഹി വസ്സദീദ്, ചീഞ്ചലവും മുറിവിലെ വെള്ളവുമാണ് ആ ഒലിക്കുന്നത്. വഖീല, വേറെയും പറയപ്പെട്ടിട്ടുണ്ട്, മായസീലു മിൻ ഫുറൂജിൻ നിസാഇ സവാരി, അല്ലാഹുവിന്റെ ക്രോധത്തിന് വിധേയമാകുന്ന നിലക്ക് വേശ്യകളായി ജീവിച്ച് വ്യഭിചാരികളായി ജീവിച്ചു മരിച്ചുപോയ
പെണ്ണുങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അതേ ചീഞ്ചലമാണ് ആ വെള്ളമെന്ന്. വമിന്നത്തിൻ ലുഹൂമിൽ കഫറതി വജുലൂദിഹിം, അതേ കാഫിറുകളുടെയും തെമ്മാടികളുടെയും ശരീരവും മാംസവും വെന്തളിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ്. ഉസാറത്തു അഹ്ലിന്നാർ, ഇത്തരത്തിലുള്ള തെമ്മാടികളുടെ ശരീരം വെന്തൊലിച്ചിട്ട് അതിൽ നിന്ന് ഒഴുകി വരുന്ന ദുർനീരത പുഴകൾ കണക്കെ ഒഴുകുന്നു. അതാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ദുർഗന്ധം എത്ര, അതിന്റെ ചൂടെത്ര. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. ഇതൊക്കെയും പ്രിയമുള്ളവരെ ഖുർആനിലൂടെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. എന്താണ് റബ്ബുൽ ആലമീൻ പറയുന്നത്? കാഫിറുകളായ ആളുകൾ ഖുത്തിഅത് ലഹും, അവർക്ക് കഷ്ണിച്ചു കൊടുക്കപ്പെടുന്നു, അവർക്ക് കഷ്ണിച്ചു കൊടുക്കപ്പെടുന്നു. സിയാബും മിൻ നാർ, നരകത്തീ കൊണ്ടുള്ള ഡ്രസ് അവർക്ക് അവിടെ നൽകപ്പെടുന്നുണ്ട്. അതേ സറാബീലുഹും മിൻ ഖത്റാൻ, തീപ്പന്തം പോലെയുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് ഉടുപ്പിക്കപ്പെടുന്നത്. അതാണ് അവരുടെ വസ്ത്രം. അതിന്റെയൊക്കെ പുറമേ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലക്ക് മീതെ കുടി കുറ്റിച്ചൊരിയപ്പെടും അൽ ഹമീം, അത്യുഷ്ണമുള്ള വെള്ളം. അതേ സഹോദരാ, ടോയ്ലറ്റിൽ കയറി ബാത്റൂമിൽ കയറിയിട്ട് കുളിക്കാൻ നിൽക്കുമ്പോ ചൂടുള്ള കാലത്ത് അതേ ഷവറിൽ നിന്ന് അറിയാതെ വെള്ളമങ്ങ് തലയിലേക്ക് ഇറ്റുമ്പോ, അതല്ലെങ്കിൽ ചുടുവെള്ളത്തിന്റെ ഭാഗത്തേക്ക് അറിയാതെ ആ വാൾവൊന്ന് തുറന്നു വെച്ച് നമ്മുടെ തലയിലേക്കൊരിത്തിരി ചുടുവെള്ളമങ്ങ് ഈറ്റി വീണാൽ നീറ്റൽ സഹിക്കാതെ കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ, പ്രയാസം പെടുന്നവരാണ് നമ്മൾ. ഈ ദുനിയാവിന്റെ തീയുടെ ഒരു ചെറിയ രൂപത്തിലുള്ള തിളക്കൽ കൊണ്ട് ശരീരം മുഴുവൻ പ്രയാസം അനുഭവിക്കുന്ന നമ്മളതാ പടച്ച റബ്ബ് അതിന്റെ 70 ഇരട്ടി കഠിന കഠോരമായ നരകത്തീ കൊണ്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തലയിലൂടെ വെള്ളം കുത്തിച്ചൊരിക്കപ്പെടുന്നു. അതങ്ങട്ട് തട്ടുമ്പോഴേക്ക് യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, വയറിലുള്ളതൊക്കെ ഉരുകേണ്ടൊലിക്കും. വയറ്റിലുള്ളത് അത് ഉള്ളിലേക്ക് കുടിച്ചതല്ല, പുറമേ ശരീരത്തിലേക്ക് ആ വെള്ളം തട്ടുമ്പോഴേക്ക് ചൂടിന്റെ കാഠിന്യം മുഖേന യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലുള്ളതൊക്കെയും ഒലിച്ചിറങ്ങി ഉരുകി ഒലിക്കുകയാണ്. വൽ ജുലൂദ്, തൊലികളും ആകെ ഉരുകി ഒലിക്കുകയാണ്. അട്ടഹസിക്കുകയാണ്, അവർ രക്ഷിക്കണേ, ഒന്ന് രക്ഷിക്കണേ. ആ വിളിയാളം കേൾക്കാൻ അവിടെ ആരുമില്ല, മറിച്ച് ആ വിളിയാളം വരുമ്പോഴൊക്കെ വലഹും മഖാമിഉ മിൻ ഹദീദ്, ശക്തമായി നരകത്തിയിലുള്ള ഇരുമ്പിന്റെ ഹാമറുകൾ കൊണ്ട്, ഇരുമ്പിന്റെ ഗദകൾ കൊണ്ട് അവർക്കതാ ശക്തമായി മലക്കുകളുടെ ഭാഗത്ത് നിന്ന് പ്രഹരമേൽക്കുന്നു. ഇതാണ് നരകാഗ്നിയെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നരകാഗ്നിയുടെ വിശദമായ ഒരു വിവരമല്ല ഇത്. ധാരാളം ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹാസമുദ്രത്തിൽ നിന്ന് ഒരിത്തിരി മാത്രമാണ് ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മിന്നിമറയണം. പടച്ചവനെ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. സ്വാഭാവികമായും അപ്പ നമ്മൾ കരയും. ആ കരയൽ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അള്ളാഹു നരകത്തിയെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ചില കണ്ണുകളെ നരകത്തി സ്പർശിക്കൂല. ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകൾ, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകൾക്ക് നരകത്തി സ്പർശിക്കുകയില്ല. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും ചോദിക്കണം, ഉറങ്ങി എഴുന്നേറ്റാലും ചോദിക്കണം, നമസ്കാരത്തിന്റെ അകത്തും ചോദിക്കണം, സുജൂദുകളിലും ചോദിക്കണം, നമസ്കാരത്തിന്റെ ശേഷവും ചോദിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ സന്ദർഭങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സമയങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ ചോദ്യം അർത്ഥവത്തായി തീരാൻ വേണ്ടി നരകത്തിയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ
രക്ഷ കിട്ടണമെങ്കിൽ എന്തു വേണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. വിശ്വാസികളെ, നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ. അത് ആഖിറത്തിലെത്തിയിട്ടൊരാളെയും നമുക്ക് കാക്കാൻ കഴിയില്ലല്ലോ, രക്ഷപ്പെടുത്താനാവില്ലല്ലോ. ദുന്യാവിൽ വെച്ച് അതിനുള്ള പണിയെടുത്തോളണം. തന്നെ നരകത്തിയില്ലെന്ന് രക്ഷിക്കാനുള്ള പണിയെടുക്കണം. തന്റെ ഭാര്യയോട് പറയണം, തന്റെ മക്കളോട് പറയണം, തന്റെ ഭർത്താവിനോട് പറയണം, ബന്ധുജനങ്ങളോട് പറയണം. അത് അവനവന്റെ ജീവിതത്തിൽ വേണം. ഇത്തരത്തിലുള്ള നരകം, ഈ നരകം കേട്ടിട്ടാണ് മഹാന്മാരായ മുൻഗാമികളൊക്കെ ഒരുപാട് കരഞ്ഞത്. ഒരുപാട് കരഞ്ഞവരാണ്. ചില സഹാബികളെ കുറിച്ചൊക്കെ പറയുന്നത്, കരഞ്ഞ് 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 കവിൾത്തടത്തിലൂടെ 2 വരകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കരച്ചിലിന്റെ ആധിക്യം മുഖേന കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിഞ്ഞ നേരല്ല, കവിൾത്തടത്തിലൂടെ 2 വരകള്. എന്താ? കണ്ണുനീരിങ്ങനെ ഒലിച്ച് എപ്പോഴും കരയന്നെ, എപ്പോഴും കരയന്നെ. എന്താ കാരണം? എന്താണ് കാരണം? മഹാന്മാര് കുറെ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? എന്താ അവിടുന്ന് പറഞ്ഞത്? ലൗ തഅലമൂന മാ അഅലമു, ലൗ തഅലമൂന മാ അഅലമു. ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സഹാബിമാരെ, ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ വളരെയേറെ കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അവിടുന്ന് അറിഞ്ഞതിൽ നമുക്ക് അറിയിച്ചു തരേണ്ടതൊക്കെ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജീവിതത്തിന്റെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോ, കാതുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോ, നാവിനെ കൺട്രോൾ ഇടാൻ കഴിയാത്തപ്പോ ഓർക്കുക, ഇത് പറഞ്ഞാൽ എനിക്ക് നരകാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് രക്ഷാമാർഗം? സഹാബത്തിന്റെ ചോദ്യം, മൻ നജാതു യാ റസൂലല്ലാഹ്, രക്ഷപ്പെടണം നബിയെ, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണ് മാർഗം? ഒരൊറ്റ മൂലി പറയാമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അംസിക അലൈക ലിസാനക, അംസിക അലൈക ലിസാനക, എന്റെ നാവിനെ പിടിച്ചു വെച്ചോ, നാവിനെ പിടിച്ചു വെച്ചോ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ പറയുന്ന വാക്കുകൾ മുഖേന ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. നരകാഗ്നിയിൽ മുഖത്തോടൊപ്പം വലിച്ചഴച്ച് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ നാവുകൾ കൊയ്ത വിളവെടുപ്പുകൾ മുഖേനയല്ലാതെ അത്രത്തോളം ഒരു പാപം കൊണ്ട് നരകത്തിയിൽ പോയവർ വേറെ ആരാവുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാ. നാവിനെ സൂക്ഷിക്കുക, ആരുടെയും ഗീബത്ത് പറയണ്ട, ആരുടെയും നമീമത്തിൽ പങ്കെടുക്കണ്ട, ആരെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട. ഇമെയിലുകളിലൂടെ, വാക്കുകളിലൂടെ, നോക്കുകളിലൂടെ സ്പർദ്ധയുണ്ടാക്കണ്ട, പരസ്പരം തമ്മിൽ തല്ലണ്ട, പരസ്പരം തെറി വിളിക്കണ്ട. അതെ, വളരെയേറെ ശ്രദ്ധിച്ചോളണം. ലൈംഗികമായ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന പത്രങ്ങളുണ്ട്, അതിന്റെ പ്രചാരകന്മാരുണ്ട്. അല്ലാഹു അവരുമായി കണക്ക് നോക്കും, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അതെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. നരകം അത്തരക്കാർക്കാണ് നരകമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഠോരമായ നരകമാണ് നാവ് ശ്രദ്ധിക്കാത്തവന്, നാവിനെ പിടിച്ചു കെട്ടാത്തവനുള്ളത്. ബുദ്ധിമാന്മാരുടെ നാവ് അവന്റെ ഖൽബിന്റെ പിന്നിലായിരിക്കുമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ബുദ്ധിമാനായി വേഗമുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും പറയുന്നതിന്റെ മുമ്പ് നല്ലോണം ആലോചിച്ചേ പറയൂ. അതേ അവസരത്തിൽ വിഡ്ഢിയോ അവന്റെ നാവ് മുന്നിലായിരിക്കും, ഖൽബ് പിന്നിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവന് ചിന്തിക്കൂല, തോന്നിയതൊക്കെ വിളിച്ചു പറയും. കഫാ ബിൽ മർഇ കദിബാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കൽ തന്നെ മതി ഒരുത്തൻ കള്ളനാകാൻ. ഒരുത്തൻ കളവ് പറയുന്നവനാകാൻ എത്രയേ വേണ്ടൂ? കേട്ടത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കുക. നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു റബ്ബുൽ ആലമീൻ. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നരകാഗ്നിയിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, സാംസ്കാരികമായ പെരുമാറ്റത്തിലെ ദോഷങ്ങൾ, എല്ലാ നിലക്കും നമ്മൾ കഴിയുന്നത്ര അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ. എന്നാലും
നമുക്ക് അഹങ്കാരം തോന്നണ്ട. കണ്ടില്ലേ, മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ലേ ഇവിടെ ഈ പറയുന്നത്. രാത്രി മുഴുവൻ നീണ്ട നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. എല്ലാവരും ഇത് മനഃപ്പാഠമാക്കി വെക്കണം. അതിലെ പ്രാർത്ഥന ഏതാ? വല്ലദീന യഖൂലൂന അല്ല, അത് അവർ പറയുന്നവരാണെന്ന് അതിന്റെ അർത്ഥം. അവിടുന്ന് അങ്ങോട്ട് പഠിച്ചു വെക്കുക. എന്ത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അത് വിട്ടുമാറാത്ത തീയാണ്, ശിക്ഷയാണ്, ചീത്തയായ സങ്കേതമാണ്, ചീത്തയായ താവളമാണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിലിങ്ങനെ അതിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഹബീബ് പഠിപ്പിച്ചതിലേക്ക് ഇങ്ങനെ കടന്നു പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി നമ്മൾ അല്ലാഹുവിനോട് തേടുക. അങ്ങനെ നരകാഗ്നിയെ തൊട്ട് കാവൽ ചോദിക്കുക. റഹ്മുർ-റഹീമീനായ നാഥൻ നരകാഗ്നിയിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും, ശുബ്ഹത്തിന്റെ ഫിത്നകളിൽ നിന്നും, ശഹവത്തിന്റെ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു മനസ്സമാധാനം ചൊരിയുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്സത്തോടുകൂടെ ജീവിച്ചു മരിക്കുവാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.